ഹലോ ഗായ്സ്, കണ്ണൂർ ട്രക്ക് കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ സൺഡേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച പറഞ്ഞ പോലെ നമ്മൾ നിർത്തി. പിറ്റത്തെ ദിവസം ട്രിപ്പ് കിട്ടുമെന്നൊക്കെ വിചാരിച്ചു, എങ്കിലും കിട്ടിയില്ല. അപ്പോൾ അടുത്ത ട്രിപ്പ് നമുക്കൊരു ലോങ് ട്രിപ്പ് ഞായറാഴ്ചത്തിന് സെറ്റാക്കി വെള്ളിയാഴ്ച വിളിച്ചു പറഞ്ഞു. അപ്പോൾ നമ്മൾ വെള്ളി ശനി ലീവ് എടുത്തു. അപ്പോൾ ഞായറാഴ്ച ഇപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഈ ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വള്ളിയാണ്, എന്നാലും കുഴപ്പമില്ല. പുതിയൊരു ലൊക്കേഷനിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം നമ്മുടെ ആദ്യത്തെ ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ MT ട്രെയിലറും എടുത്തുകൊണ്ട് നമ്മൾ ലെമിങ്ടണിൽ വന്നിട്ട് ഇവിടുന്ന് ലോഡ് പിക്ക് ചെയ്തിട്ട് നമ്മൾ ഫോർട്ടറി ക്രോസ് ചെയ്തെന്ന് വെച്ചാൽ നയാഗ്ര ബോർഡർ ക്രോസ് ചെയ്ത് അതിൻ്റെ അപ്പുറത്തൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ അപ്പുറത്തുള്ള ഒരു ആവോൺ ന്യൂയോർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡെലിവറി ചെയ്യണം. എന്നിട്ട് നമ്മൾ തിരിച്ച് ബോർഡർ ക്രോസ് ചെയ്ത് കാല് ഇപ്പുറത്ത് വന്നിട്ട് ബോർഡറിൻ്റെ തൊട്ടടുത്ത് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഇപ്പുറത്ത് തന്നെ നയാഗ്രയിൽ നമ്മൾ അവിടെ ഒരു കമ്പനിയിൽ നമ്മുടെ ലോഡ് ട്രെയിലർ കിടപ്പുണ്ട്. അത് സ്വിച്ച് ചെയ്തിട്ട് നമ്മൾ പോകുന്നത് റോഡ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റിലോട്ടാണ്. അവിടെ ഞാൻ പണ്ടൊരു പ്രാവശ്യം പോയിട്ടുണ്ട് പിക്കപ്പിന്. പക്ഷേ അതല്ല, ഇത് റോഡ് ഐലൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റീൻ്റെ നടുക്കാണ് ഡെലിവറി ചെയ്യുന്നത്. അതാണ് എനിക്ക് കുറച്ചൊരു ടെൻഷൻ. അതായത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഇവിടെ രാവിലെ വന്ന് നമ്മുടെ പിക്കപ്പ് ലൊക്കേഷനായ ലെമിങ്ടണിലെത്തി. നമ്മൾ ലോഡൊക്കെ പിക്ക് ചെയ്തു. നമ്മുടെ ലോഡൊക്കെ ഓൾറെഡി ക്ലിയറായി. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി പോകുന്ന വഴിക്ക് നമുക്ക് എവിടെയെങ്കിലും നിർത്തി ചായ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനുള്ള എന്തെങ്കിലും കാര്യമൊക്കെ സെറ്റാക്കിയിട്ട് വേണം പോകാൻ വേണ്ടി. ഇതിപ്പം വലിയ ദൂരമില്ല, 5 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഇതിന് മുമ്പ് പോയിട്ടുള്ള ലൊക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 10 മിനിറ്റ് ഇപ്പുറത്ത് തന്നെ ഒരു ട്രക്ക് സ്റ്റോപ്പ് ഉണ്ട്. നമുക്ക് അവിടെ പോയി കിടക്കാം ഇന്ന് രാത്രി. എന്നിട്ട് നാളെ രാവിലെ കൊണ്ടായി ഡെലിവറി ചെയ്യാം. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി ലോഡെല്ലാം പിക്ക് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓടി ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് ഓടി എന്ന് തോന്നുന്നു. 1.5 മണിക്കൂറിൻ്റെ അടുത്ത് ഓടി. നമ്മൾ നമ്മുടെ ഒണ്ടാരിയോയിലുള്ള ലണ്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പം അവിടെയാണെങ്കിൽ നല്ല ട്രാഫിക്. ഈ സമ്മർ ആയതുകൊണ്ട് കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അപ്പം ലൈനുകളുടെ എണ്ണം കുറയ്ക്കുന്നതുകൊണ്ട് അവിടെ ഭയങ്കര ട്രാഫിക്, ഈവൻ സൺഡേ ആണെങ്കിൽ പോലും. അപ്പം ഇങ്ങനെ ആ ട്രാഫിക്ക് കിടക്കുകയാണ്. ഇങ്ങനെ മൊത്തം ഇങ്ങനെ ട്രാഫിക്കായിട്ട് കിടക്കുകയാണ്. പയ്യെ ഇങ്ങനെ മൂവ് ആവുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ആ കൺസ്ട്രക്ഷൻ കാരണമുള്ള കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തെ ഞാൻ നോക്കിയപ്പം നമ്മുടെ ഓപ്പോസിറ്റ് ലൈനിൽ ഒരു ട്രക്ക് മൊത്തത്തിൽ മറിഞ്ഞു കിടക്കുന്നു. അപ്പം അതിൻ്റെ പുറകോട്ടുള്ള ട്രാഫിക് ജാമാണ് ഈ കാണുന്നത്. ഇപ്പം ഞാനിപ്പം ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 കിലോമീറ്ററായി. നമ്മളങ്ങനെ ബോർഡറിലെത്തി. അത്യാവശ്യം തിരക്കുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. നമ്മൾ വന്നപാടെ ഒരു 3-4-5 ട്രക്കുകളുടെ പുറകിൽ കിട്ടി നമുക്ക്. അത്യാവശ്യം ബോർഡറിൽ തിരക്കുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ആവുന്നുണ്ട്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഓടി നമ്മൾ പ്ലാൻ ചെയ്ത ട്രക്ക് സ്റ്റോപ്പിലെത്തി. ഒരു 6 മണി ആയപ്പോഴത്തേനും. പക്ഷേ ഇവിടെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. കുറേ പാർക്കിംഗ് കാലിയുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ പുറകിലായിരുന്നു പാർക്ക് ചെയ്യൽ. പക്ഷേ ഞാൻ ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞപ്പം ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെൻസിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ഓപ്പൺ ഏരിയ. പിന്നെ നമ്മുടെ ഡ്രൈവാനും കൂടി ആയതുകൊണ്ട് അകത്ത് ലോഡുള്ളതല്ലേ, വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ മുമ്പിൽ നമുക്ക് നേരെ കയറ്റിയിടാൻ പാകത്തിന് പാർക്കിംഗ് ഉണ്ട്, ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ വന്ന് കയറ്റിയിടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ കറക്കിയെടുത്ത് നേരെ നമ്മൾ മുമ്പിലോട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് കയറ്റി പാർക്ക് ചെയ്തു. അത് ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടുത്തെ ഈ മുമ്പിലത്തെ കള്ളികൾക്ക് വലിയ വീതി ഇല്ലെന്നാണ്. പക്ഷേ ഇവിടെ വന്ന് ഇട്ട് നോക്കി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വീതിയും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ വണ്ടി ചെരിഞ്ഞാണ് ഇരിക്കുന്നത്, ഒരു 45 ഡിഗ്രി ഇങ്ങനെ ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. ചെരിഞ്ഞിട്ടാണ് ഇവിടുത്തെ പാർക്കിംഗ് വരുന്നത്. അപ്പോൾ ഞാനൊരു ഡ്രോൺ ഷോട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളെന്തായാലും അതൊന്ന് പോയിട്ട് കണ്ടിട്ട് വാ.
അപ്പം ഡ്രോൺ ഷോട്ട് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. കാരണം ആ മുമ്പിൽ 2 റോ പാർക്കിംഗ് ഇങ്ങനെ ചെരിഞ്ഞ് വരുന്നു. പിന്നെ ഏറ്റവും പുറകിലത്തേത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നു. അപ്പം ഞാൻ അവിടെ ആദ്യം ഇടാമെന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ അധികം ഡ്രൈവാനും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഫ്ലാറ്റ് ബെഡാണ് ഉള്ളത്. അപ്പോൾ ഫ്ലാറ്റ് ബെഡിൽ നിന്ന് മോഷണം പോലെ സാധ്യത കുറവാണ്. പിന്നെ ഡ്രൈവാൻ നമ്മുടെ അതിൻ്റെ അകത്താണെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല, പേപ്പർ ലേബേഴ്സാണ്. എന്നാലും വെറുതെ എന്തിനും ഒരു റിസ്ക് എടുക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഈ പാർക്കിംഗ് കൊണ്ടായിട്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളിവിടെ ഒരു 5:45 ആയപ്പോഴത്തെ എത്തി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും 3:45 ആകുമ്പോഴത്തെ ടൈം റീസെറ്റ് ആവും. അപ്പം എന്തായാലും നമുക്ക് നല്ല സമയമുണ്ട്. കാരണം നമ്മൾ ഡെലിവറി ചെയ്യാൻ പോകുന്ന കമ്പനി എന്ന് പറയുമ്പോഴത്തേനും ഏകദേശം 6 മണിക്കെങ്ങാണ്ടാണ് തുറക്കുന്നത്. അപ്പോൾ നമുക്ക് സമയമുണ്ട്. നമുക്ക് 8 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കുറച്ച് നേരത്തെ അങ്ങ് പോയേക്കാമെന്ന് വിചാരിക്കുന്നു. അതാകുമ്പോൾ കുറച്ച് നേരത്തെ അങ്ങ് ഡെലിവറി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പോയി മറ്റേ ലോഡും പിക്ക് ചെയ്തിട്ട് നേരത്തെ അങ്ങോട്ട് പോകാമല്ലോ. അപ്പോൾ അതാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ആകെ ഒരു 9 മിനിറ്റിൻ്റെ ഡ്രൈവേ ഉള്ളൂ. നമ്മുടെ ട്രക്കിനാകുമ്പോൾ ഒരു 10 മിനിറ്റ് അത്രയേ ഉള്ളൂ. നമുക്ക് ഒരു 6 മണിക്ക് ഓപ്പൺ ആവുമെന്നാണ് പറയുന്നത്. അതിൻ്റെ റിവ്യൂസൊക്കെ ഒന്ന് നോക്കണം. ഷിപ്പിംഗ് റിസീവിങ് എത്ര മണി തൊട്ടാണ് ഓപ്പൺ ആവുന്നതെന്ന്. അപ്പം നമ്മൾ 6 മണിക്ക് തന്നെ ഓപ്പൺ ആവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോവാം. കാരണം പെട്ടെന്ന് അവർ അൺലോഡ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് പെട്ടെന്ന് അപ്പുറത്ത് പോകുന്നു, ലോഡ് വെക്കുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ച് നേരെ നമ്മൾ പ്ലാൻ ചെയ്ത ആ ഹൗസിലോട്ട് പോകുന്നു. എന്നുവെച്ചാൽ നമ്മുടെ രണ്ടാമത്തെ ഡെലിവറിയുടെ ഓൺ ദ വേ നമ്മളങ്ങനെ അങ്ങോട്ട് പോകുന്നു. അതാണിപ്പോൾ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ട്രിപ്പാണ് ഈ ഈസ്റ്റ് സൈഡിലോട്ടുള്ള ട്രിപ്പുകളൊക്കെ. എന്ന് വെച്ചാൽ ഈ ന്യൂയോർക്ക് സിറ്റി, ന്യൂജേഴ്സി സിറ്റി, ഈ മസാച്യുസെറ്റ്, പിന്നെ ഈ നമ്മൾ പോകുന്ന റോഡ് ഐലൻഡ്, ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ട്രിപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴിക്കൊന്നും പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. ട്രക്ക് സ്റ്റോപ്പുകളുടെ എണ്ണമേ കുറവാണ്. അതിന് പുറമേ ഉള്ള ട്രക്ക് സ്റ്റോപ്പൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ പാർക്കിംഗ് തീരെ കുറവായിരിക്കും. പിന്നെ അതേപോലെ റെസ്റ്റ് ഏരിയ ഉള്ളതാണെങ്കിൽ ട്രക്കിനാണെങ്കിൽ പ്രോപ്പർ പാർക്കിംഗ് തന്നെ ഉണ്ടാവുകയില്ല. ഉള്ളത് നമ്മളെ പമ്പിൻ്റെ അവിടെ ഇവിടെയൊക്കെ അടുപ്പിച്ചിടണം. അതുകൊണ്ട് പാർക്കിംഗ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതാണ് ഞാനിപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ നേരെ പോയില്ലോ, ഡെലിവറി കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു, ലോഡ് പിക്ക് ചെയ്തിട്ട് പോകുന്നു, നമുക്ക് അത്രയും നേരത്തെ നിർത്താൻ പറ്റും നല്ലൊരു പാർക്കിംഗ് നോക്കിയിട്ട്. ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ഹൗസിൽ നിർത്താമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതാകുമ്പോഴേ തന്നെ നമുക്ക് ഡെലിവറി ലൊക്കേഷനിലോട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ ദൂരമേ ഉള്ളൂ. പിന്നെ നമുക്ക് അവിടെ പോയി 2 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 2.5 മണിക്കൂർ കൊണ്ട് അവിടെ ഓടിയെത്തി ഡെലിവറി ചെയ്തിട്ട് പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോയി റിട്ടേൺ ലോഡ് കഴിഞ്ഞിട്ട് എടുത്തിട്ട് തിരിച്ചു വരാനുള്ള സമയമുണ്ട്. കുറച്ച് നമുക്ക് ഈ നമ്മുടെ ഡയറക്ഷനിലോട്ട് ബോർഡർ സൈഡിലോട്ട് ഓടാനുമുള്ള സമയമുണ്ട്. കാരണം എനിക്ക് തീരെ ആ ഭാഗത്തേക്ക് നിൽക്കാനേ എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഏതോ ഒരു ഡിഫറെൻറ്റ് സോണിലോട്ട് പോകുന്ന പോലെയാണ്. പാർക്കിംഗ് ഇല്ല, ഒരു സുഖമില്ല, തിരക്ക്, അത് ഇതൊക്കെ ആയിട്ട് ഭ്രാന്താണ്. അതുമല്ല നമ്മുടെ ഡെലിവറി ആണെങ്കിൽ ഓൾമോസ്റ്റ് ടൈറ്റാണ് വരുന്നത്. മീൻസ് ടൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഈ പ്രൊവിഡൻസ് എന്ന് പറയുന്ന സിറ്റിയുടെ നടുക്ക് തന്നെയാണ് വരുന്നത്. അതാണ് എനിക്കൊരു പേടി വരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോയിട്ട് വന്നാൽ മതിയായിരുന്നു. പിന്നെ റിട്ടേൺ ലോഡും അതിൻ്റെ അടുത്തുനിന്ന് എവിടെന്നെങ്കിലും നല്ല സ്ഥലത്തുനിന്നും എല്ലാം കിട്ടിയാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് സുഖമായിട്ട് വല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് നല്ല സമയമുണ്ട് ബാക്കി. രാവിലെ എന്തായാലും ഒരു 6 മണി 7 മണി വരെ നമ്മൾ ഫ്രീ ആണ്. ഇപ്പോൾ 6 മണി ആയതുള്ളൂ. 12-13 മണിക്കൂർ നമ്മൾ അവൈലബിൾ ആണ്. ഇരുന്ന് നല്ല സിനിമ കാണുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് 2ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ആവോൺ ന്യൂയോർക്കിലെ ഒരു ട്രാവൽ സെൻറ്ററിലാണ് കിടക്കുന്നത്, ട്രക്ക് സ്റ്റോപ്പിൽ. ഇവിടെ നമുക്കൊരു 8 മിനിറ്റ് ദൂരത്തിലാണ് നമ്മുടെ ഡെലിവറി ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ 8 മണി തൊട്ടാണ് നമ്മുടെ അപ്പോയിൻമെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവർ നേരത്തെയൊക്കെ എടുക്കുമെന്നാണ് അവരുടെ ഗൂഗിൾ റിവ്യൂസിൽ പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ പോയി ഡെലിവറി ചെയ്യുകയാണ്. അതാകുമ്പോൾ നമുക്ക് നേരത്തെ പോയിട്ട് നമ്മുടെ പിക്കപ്പ് എടുത്തിട്ട് നമുക്ക് നേരത്തെ പോകാൻ പറ്റും. അപ്പം അതാണ് നമ്മുടെ പ്ലാൻ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇൻസ്ട്രക്ഷനൊക്കെ കഴിയാനായി. എനിക്ക് എത്രയും പെട്ടെന്ന് നമുക്കൊരു രാത്രിക്കകത്തന്നെ പാർക്കിംഗ് കണ്ടുപിടിക്കണം. അതാണ് ഇന്നത്തെ സീൻ.
എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും നമുക്ക് ഹോപ്പ്ഫുള്ളി എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഡെലിവറി ലൊക്കേഷനിലെത്തി. നമ്മൾ പേപ്പർ വർക്കൊക്കെ കൊടുത്ത് ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്കൊന്നും കാലിയില്ല. അപ്പം ഓൾറെഡി ഒരു ഡോക്ക് കാലിയുള്ളതിൻ്റെ അകത്ത് നമ്മുടെ മുമ്പിൽ ഒരു വണ്ടി അവിടെ ഇടുന്നുണ്ട്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഇവിടുത്തെ ഷണ്ടിങ്ങുകാരൻ വന്നിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്ത ട്രെയിലർ ഡോക്ക് നമ്പർ 22-ൽ നിന്ന് എടുക്കും. അപ്പം അങ്ങോട്ട് നമ്മുടെ ട്രെയിലർ വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അൺലോഡ് ചെയ്ത് തരും എന്ന് ഞാൻ വിചാരിക്കുന്നു. അയാൾ പറഞ്ഞു പെട്ടെന്ന് തന്നെ ചെയ്യാം, പക്ഷേ എനിക്ക് മുമ്പേ അവർ 2 ട്രക്കുകൾ അവിടെ കിടപ്പുണ്ട്, അത് അൺലോഡ് ചെയ്യണം. എന്തായാലും നമുക്ക് നോക്കാം, അവർ പെട്ടെന്ന് കൊണ്ടായി അൺലോഡ് ചെയ്യട്ടെന്നല്ല, അവർ പെട്ടെന്ന് കൊണ്ടായിട്ട് ആ ട്രെയിലർ എടുത്തുകൊണ്ട് പോട്ടെ, എന്നിട്ട് വേണം നമുക്ക് അവിടെ കൊണ്ടുപോയി പെട്ടെന്ന് കൊണ്ടുപോയിടാൻ. 2000 years later. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് അവർ ലോഡ് ഓഫർ അയച്ചതെന്ന്. അപ്പം അത് നമ്മൾ പറഞ്ഞ ആ ട്രിപ്പ് തന്നെയാണ് വരുന്നത്. പ്രൊവിഡൻസ് റോഡ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത്. മീൻസ് റോഡ് ഐലൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്, പ്രൊവിഡൻസ് എന്ന് പറയുന്ന സിറ്റി. അതെന്ന് പറയുമ്പോൾ ഈ റോഡ് ഐലൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് വരുന്നത് ഈ പ്രൊവിഡൻസ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെയാണ് കൊണ്ടുപോയി ഡെലിവറി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടൊറോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട് ഒണ്ടാരിയോയിൽ, നയാഗ്രാൻ്റെ അടുത്ത്. അവിടെ പോയിട്ട് നമ്മൾ ട്രെയിലർ സ്വിച്ചാണ് ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു അവർക്ക് പേപ്പറൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ അതൊക്കെ കിട്ടി എപ്പോൾ ലോഡ് ക്ലിയർ ആവുമെന്ന് ആർക്കറിയാം. എന്തായാലും ഞാനിപ്പം നമ്മളെ ബോർഡറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് നമ്മൾ ഡെലിവറി കഴിഞ്ഞപ്പോൾ കുറച്ച് നമ്മുടെ പാലറ്റിൻ്റെ കുറച്ച് ഈ വുഡിൻ്റെ പീസും കാര്യങ്ങളൊക്കെ ട്രെയിലറിൻ്റെ അകത്ത് വീണ് കുറച്ച് വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോർഡർ ക്രോസ് ചെയ്ത് അപ്പുറത്ത് നമ്മൾ എപ്പോഴും കിടക്കുന്ന ആ ഒരു ഫ്ലൈൻ ജയിൽ നിർത്തി ഒന്ന് ട്രെയിലർ ക്ലീൻ ആക്കണം. എന്നിട്ട് വേണം നമുക്ക് പിക്കപ്പ് ലൊക്കേഷനിലോട്ട് പോകാൻ. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റിൻ്റെ അടുത്തെങ്ങാണ്ടേ ഉള്ളൂ. എന്നിട്ട് അവിടെ പോയി ട്രെയിലർ സ്വിച്ച് ചെയ്തിട്ട് പിന്നെ എനിക്കറിയില്ല എപ്പോൾ ലോഡ് ക്ലിയർ ചെയ്തിട്ട് എപ്പോൾ ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് അധികം വീഡിയോ ഒന്നും എടുത്തില്ല. ആദ്യത്തെ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നേരെ ബോർഡർ ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെന്നായിരുന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ പുതിയൊരു കമ്പനിയായിരുന്നു. അപ്പം നമ്മളവിടെ കണ്ടുപിടിക്കാനും കുറച്ച് സമയമെടുത്തു. പിന്നെ അവിടുന്ന് ലോഡ് കണ്ടുപിടിച്ച് പേപ്പർ വർക്കൊക്കെ എടുത്തുകൊണ്ട് വന്ന് പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രൈവ് ആക്സിൽ ഓവർ വെയിറ്റ് ആയിരുന്നു. അതും 1500 പൗണ്ട് അധികമായിരുന്നു. എന്നിട്ട് പിന്നെ അത് അവിടെ ഇരുന്ന് കുറേ കഷ്ടപ്പെട്ട് ബാലൻസ് ചെയ്തു. അപ്പോഴാണെങ്കിൽ നമ്മുടെ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന ആപ്പ് മര്യാദയ്ക്ക് വർക്കാവുന്നില്ല. മൊത്തം ഭ്രാന്തായിരുന്നു ഇന്ന്. എന്നിട്ട് പിന്നെ നമ്മൾ അതെല്ലാം കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ലോഡ് ക്ലിയറായി. പിന്നെ നമ്മൾ പെട്ടെന്ന് ബോർഡർ ക്രോസ് ചെയ്തു ഓടി. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മളെ എവിടെയും നിർത്തിയൊന്നും വീഡിയോ പിടിക്കാൻ നിന്നില്ല, കാരണം സമയം വേസ്റ്റ് ചെയ്യാനില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ് ഈ ഏരിയയിൽ. അപ്പം നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത പോലെ ഒരു ലൗസിലെത്തുമെന്ന് വിചാരിച്ചു, പക്ഷേ അവിടെയൊന്നും എത്തിയില്ല. അവിടെ ഞാൻ ഒരു 4 മണിക്കൂർ മുമ്പേ നോക്കിയപ്പോഴേ ഫുള്ളെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ലൗസിനേക്കാൾ ഒരു 40 മിനിറ്റ് മുമ്പേ നമുക്കൊരു ഒരു സർവീസ് പ്ലാസയുണ്ട്. അപ്പം അവിടെ അത്യാവശ്യം പാർക്കിംഗ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. 10:48 പാർക്കിംഗ് ഉണ്ടെന്നായിരുന്നു കാണിച്ചത്. അപ്പോൾ ഞാൻ അവിടെ കിടക്കാമെന്ന് വിചാരിച്ചാണ് വന്നു കഴിഞ്ഞപ്പം എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഒരു പാർക്കിംഗ് കിട്ടി. അപ്പം പാർക്കിങ്ങിൽ നമ്മൾ കയറ്റി ഇട്ടു. എല്ലാം സെക്യൂറായി. നമ്മൾ എത്ര മണിയായി? ഒരു 6:45 7 മണിയായപ്പോഴത്തെ ഇവിടെ എത്തിയായിരുന്നു. അപ്പം ഇനിയിപ്പം നമ്മുടെയൊക്കെ ഇവിടെ നിന്ന് ഒരു 2.25 മണിക്കൂർ, ഒരു 3 മണിക്കൂറിൻ്റെ അടുത്താണ് ഇവിടെ നമുക്കിനി ഡെലിവറി ലൊക്കേഷനിലോട്ട് വരുള്ളൂ. അപ്പം ഡെലിവറി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 11 മണിക്ക് ഓപ്പൺ ആവുള്ളൂ റിസീവിങ്. അപ്പം 11 to 3 നമുക്ക് എപ്പോൾ വേണേലും കൊണ്ടുപോയി ഡെലിവറി ചെയ്യാം. അപ്പം ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കമ്പനി വിളിച്ച് ചോദിച്ചു, നമുക്ക് റിട്ടേൺ ലോഡ് വല്ലതും ഓൾറെഡി സെറ്റായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ഡെലിവറി ചെയ്യാമെന്ന്. എന്തായാലും പുള്ളിക്കാരത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു തന്നു. അപ്പോൾ പുള്ളിക്കാരത്ത് ഓൾറെഡി ഒരു ട്രിപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. സ്ഥലത്തിൻ്റെ പേര് എന്തോ റീസൈക്ലിംഗ് മെറ്റീരിയലാണ്, എനിക്ക് തോന്നുന്നു പേപ്പറിൻ്റെ റീസൈക്ലിംഗ് അങ്ങനെ എന്തോ സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ ഡെലിവറി ചെയ്യുന്ന ലൊക്കേഷനിൽ നിന്ന് ഒരു 20 മിനിറ്റ് ഒരു അരമണിക്കൂർ ദൂരത്തിലാണുള്ളത്. അവിടെ പോയി ലോഡ് പിക്ക് ചെയ്യുന്നു, നേരെ തിരിച്ച് കാനഡയ്ക്ക് വരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ഏരിയയിൽ നിങ്ങൾ ഔട്ടറിലോട്ട് വരണമെന്നേ ഉള്ളൂ. കാരണം അവിടുത്തെ ഭ്രാന്താണ്. കാരണം അവിടെ ഒരു പാർക്കിംഗ് കിട്ടാനുണ്ടാവില്ല, ട്രക്ക് സ്റ്റോപ്പില്ല. അതായത് ഈ ട്രക്കും കൊണ്ട് പോകുന്നവർക്കൊക്കെ അവിടെ ഭ്രാന്ത് പിടിക്കും. നമുക്ക് കമ്പനിയിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്ന അല്ലെങ്കിൽ പിക്കപ്പ് ചെയ്യുന്ന കമ്പനിയിൽ ഓവർനൈറ്റ് പാർക്കിംഗ് ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഭ്രാന്ത പിടിക്കും. കാരണം അവിടെ ട്രക്ക് സ്റ്റോപ്പും അങ്ങനെ അധികം ഇല്ല, ഉള്ളത് ഇമ്മിണിങ്ങ പോലെ ഇരിക്കുന്ന സാധനങ്ങൾ. അപ്പം അതൊക്കെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നൊന്നും പിക്കപ്പ് കിട്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് ഞാൻ പെട്ടെന്ന് തന്നെ വിളിച്ച് ചോദിച്ചത്. അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു ഇവിടുന്ന് ആ പിക്കപ്പ് എന്ന് പറഞ്ഞു. അതെന്തായാലും സമാധാനമായി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് രാവിലെ കുറച്ച് ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. നമ്മൾ ഇവിടെ ഷട്ട് ഡൗൺ ചെയ്ത കണക്കിൽ നമുക്ക് രാവിലെ 5 മണിയാകുമ്പോൾ ടൈം റീസെറ്റ് ആവും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ പയ്യെ സ്ലോ ആയിട്ട് തുടങ്ങിയാൽ മതി. ഒരു 7 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്താലും ഇവിടുന്ന് 2.25 മണിക്കൂറല്ലേ ഉള്ളൂ. നമുക്ക് പോകുന്ന വഴിക്ക് എണ്ണ അടിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോഴത്തേനും കുഴപ്പമില്ലാണ്ട് നമുക്കൊരു എത്തിക്കോളും അവിടെ ഒരു 11 മണിയാകുമ്പോഴത്തേനും. പിന്നെ നമ്മളവിടെ ഡെലിവറി ചെയ്യുന്നു, നേരെ അപ്പുറത്തേക്ക് പോകുന്നു, അവിടുന്ന് ലോഡ് പിക്ക് ചെയ്യുന്നു, നേരെ തിരിച്ചു പോകുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഏരിയ കവർ ചെയ്ത് ഇപ്പുറത്ത് വരണം. അപ്പം അതാണ് നമ്മുടെ നാളത്തെ പ്ലാൻ. അപ്പോൾ നാളെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും വലിയ കുഴപ്പമില്ല. ഇപ്പം റിട്ടേൺ ലോഡും കൂടെ കിട്ടിയപ്പോൾ എനിക്ക് സമാധാനമായി. കാരണം എനിക്ക് ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് സിറ്റീൻ്റെ ഒരു ടെൻഷനായിരുന്നു. അതെന്തായാലും സമാധാനമുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഇനിയിപ്പം നാളെ രാവിലെ കാണാം. ഞാനും ഇനിയിപ്പം പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങട്ടെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.